മാതൃഭൂമി ന്യൂസിന്റെ പടയോട്ടം പാർലമെന്റിലേക്ക് കേരളം കടന്ന് ഇന്ന് തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ചെന്നൈയിലാണ് പടയോട്ടം പാർലമെന്റിലേക്ക് സംവാദം ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മലയാളികളാണ് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ മലയാളികൾ പ്രതികരിക്കാൻ പോകുന്നത്? ഏതെല്ലാം വിഷയങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുവാൻ ചെന്നൈ മലയാളികൾ ഉദ്ദേശിക്കുന്നത്? ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് പടയോട്ടം പാർലമെന്റിലേക്ക് തമിഴ്നാട്ടിൽ ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകളിലുള്ള ആളുകളുണ്ട്. അതിൽ ഏതാനും പേരെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. CPM-നെ പ്രതിനിധീകരിച്ച് കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. KMCC-യെ പ്രതിനിധീകരിച്ച് കുഞ്ഞുമോൻ ഹാജി എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും പരിചയപ്പെടുത്തുകയാണ്. BJP-യെ പ്രതിനിധീകരിച്ച് ഹർജിത്ത് എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെയും പരിചയപ്പെടുത്തുകയാണ്. IT പ്രൊഫസറായ ശ്രീമതി ബിനിത തമ്പി, അവരെയും പരിചയപ്പെടുത്തുകയാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ചെന്നൈയിൽ മാധ്യമരംഗത്ത് ശോഭിക്കുന്ന RK രാധാകൃഷ്ണൻ, ഒപ്പം അരുൺ റാം, ഈ രണ്ടുപേരെയും RK രാധാകൃഷ്ണൻ, ഈ രണ്ടുപേരെയും പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും ചർച്ച തുടങ്ങുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത്? ചെന്നൈ മലയാളികൾ ഏതെല്ലാം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? അത് ദേശീയ തലത്തിൽ മാത്രമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരളത്തിലേക്കും കടന്ന് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. നിലവിലുള്ള സർക്കാർ മാറണോ വേണ്ടയോ? താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? തീർച്ചയായും മാറണം. കാരണം ജനദ്രോഹപരമായ പല കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ മാറണം എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ്. ഒരു മതത്തിനും ഒരു ജാതിക്കും ഇവിടെ മേധാവിത്വം പാടില്ല, ഉണ്ടാവരുത്. 2, ഇവിടെയുള്ള 69% മക്കൾക്ക് ജീവിക്കാൻ വഴിയില്ല. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തന്നെ തീർച്ചയായിട്ടും ഭൂരിപക്ഷത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെല്ലാം തന്നെ നമ്മൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് ഇന്ന് ഇന്ത്യക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണം തുടരണം എന്നാണ് പറയുന്നത്. അവതാരകൻ മുഖ്യമായി പറയേണ്ട ഒരു കാര്യം പറഞ്ഞില്ല. കേരളത്തിലെ വിശ്വാസികളുടെ ശബരിമല ഇന്ത്യയിൽ നരേന്ദ്രമോദി മാറിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വരണമെന്ന്. ആരാ ഗവൺമെൻറ് വരണം? അനേകം കൈകളാലെ താങ്ങി നിർത്തുന്ന ഒരു ഗവൺമെൻറ് വരണോ, അതോ ഒറ്റക്കെട്ടായി നിന്ന് ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഗവൺമെൻറ് വരണോ എന്നാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്നേ വരെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, ഇന്നേ വരെ ഇന്ത്യൻ ക്യാബിനറ്റിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ സംഭാവന ചെയ്യാൻ കഴിയാത്ത പാർട്ടികളാണ് ഈ മറ്റുള്ള പാർട്ടികളെ അനേകം പേരെ താങ്ങി ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടി. മോദി മാറണം, മാറ്റപ്പെടണം. പ്രത്യേകിച്ചും കേരള സമുദായത്തിന്, കേരളീയർക്ക് മോദി വിനാശമാണ്. പകരം രാഹുൽജി വരണം. മോദി മാറണമെങ്കിൽ മോദിക്ക് പകരം ആര്? മോദിക്ക് പകരം ഇന്ത്യൻ ജനത മുഴുവനും ഒരുമിച്ചൊരു നേതാവിനെ തിരഞ്ഞെടുക്കും. അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ജനങ്ങളെ തിരഞ്ഞെടുത്ത് MP-മാരെയും MLA-മാരെയും തിരഞ്ഞെടുത്ത് ആ MP-മാർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറും. അതിന് ഇടതുപക്ഷത്തിൻ്റെ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഭരണം ഇന്ത്യയുടെ സർവ്വസന്ധി ബന്ധങ്ങളെയും തകർത്തെറിഞ്ഞിട്ടുള്ള ഒരു ഭരണകൂടമാണ്. ഇവിടെ നോട്ട് നിരോധനം കൊണ്ടുവന്നു. ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നാണ് മോഡി കഴിഞ്ഞ തവണ ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞത്. ഒരവസരം നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടി. ആ അവസരത്തിൽ അദ്ദേഹം ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല, ഇന്ത്യയിലെ ഒരു പറ്റം കോർപ്പറേറ്റുകളെ, അംബാനി അഡാനി പോലെയുള്ള കോർപ്പറേറ്റുകളെ വളർത്തുക എന്നുള്ളതാണ് മോഡി ചെയ്തിട്ടുള്ള പ്രവർത്തനം. ഇന്ത്യയുടെ ജനതയെ മുഴുവനായിട്ടും അദ്ദേഹം മറന്നു കഴിഞ്ഞു. 52% ജനങ്ങൾ ഇന്നും ഇന്ത്യയിൽ ഭക്ഷണത്തിന് വഴിയില്ലാതെ അലഞ്ഞു നടയുന്ന ഒരു ജനതയാണ്. സമൂഹത്തിനെ വർഗീയമായിട്ട് വിഘടിപ്പിച്ചു അദ്ദേഹം. ഇവിടെ ഇന്ത്യയുടെ വിദേശ നയത്തെ മുഴുവനായും അമേരിക്കയെ അടിയറു വച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ഈ മോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള GST ഇവിടുത്തെ ഒരു വ്യാപാരിയും ഒരു ചെറുകിട സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരും തൃപ്തരല്ല. എല്ലാ തരത്തിലുള്ള അധികരിച്ച നികുതികൾ GST മൂലം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ചെറുകിട സാമ്പത്തിക വെറും തമിഴ്നാട് രാഷ്ട്രീയം മാത്രമാണോ ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക? കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളിൽ ആദ്യമായിട്ടായിരിക്കും
ഒരു ലെജൻഡറി ഫിഗർ ഇല്ലാത്തൊരു ഇലക്ഷൻ നടക്കുന്നത്. അതിപ്പോൾ കാമരാജിൽ നിന്ന് തുടങ്ങി, ഒരുപക്ഷെ അതിനു മുമ്പ് രാജഗോപാലാചാരിയിൽ നിന്ന് ആരംഭിച്ച് കാമരാജ് ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 40 വർഷം ഒരുതരം ഒരു കൊളോസസ് പോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വിരാജിച്ചിരുന്ന ജയലളിത അന്തരിച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം മുത്തുവേൽ കരുണാനിധി അന്തരിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു നേതൃത്വം, ഒരു ലെജൻഡ് എന്ന് പറയുന്ന ഒരു നേതൃത്വം ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അതുകൊണ്ടാണോ ഈ ദേശീയ പാർട്ടികൾക്ക് പിടിമുറുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? ദേശീയ പാർട്ടികൾ എന്നും മുതിർന്ന 2 ദ്രാവിഡ കക്ഷികളുമായി കൈകോർത്ത് പിടിച്ചു മാത്രമായിരുന്നു ഇവിടെ പോരാടിയിരുന്നത്. അതിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലായാലും 70-കൾ മുതൽ അല്ല, അതിനു മുമ്പ് തന്നെ ദേശീയ പാർട്ടികൾ ഇവിടെ വലിയ രീതിയിൽ കോൺഗ്രസ് ജയിച്ചിരുന്നതാണ് 50-കളിലും 60-കളിലും 70-കൾ വരെ. സമീപകാലത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അതെ, ജയലളിത അന്തരിച്ചതിന് ശേഷം BJPയുടെ ഒരു പിടിയിൽ AIADMK അമർന്നു കഴിഞ്ഞു എന്നതിൽ സംശയമില്ല. പക്ഷേ DMK അങ്ങനെയല്ല. DMK നയിക്കുന്ന ഒരു മുന്നണിയാണ് ഇവിടെ കോൺഗ്രസിനെ ഭാഗമാക്കിക്കൊണ്ട് ഈ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. എന്നാൽ AIADMK അങ്ങനെയല്ല. AIADMK 20-ലധികം സീറ്റുകൾ മത്സരിക്കുമ്പോൾ തന്നെ BJP ആണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് എടപ്പാടി പളനിസ്വാമിയുടെ സർക്കാർ BJP സർക്കാരിൻ്റെ അധീനതയിലായിരുന്നു എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള ദേശീയ തലത്തിലെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമല്ല, ദേശീയ തലത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ, അതോ ഇവിടുത്തെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ? ഇപ്പോൾ കേന്ദ്ര സർക്കാർ മാറണോ വേണ്ടയോ, മോദിയോ രാഹുലോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പ്രാദേശിക പ്രശ്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടാകും, അതിൽ സംശയമില്ല. നമ്മൾ ഒരു രാജ്യം അന്താരാഷ്ട്ര അതിർത്തി കടന്ന് നമ്മൾ അതിലേക്ക് നമ്മുടെ സുരക്ഷയ്ക്കായി വേണ്ടി ആക്രമിച്ചാൽ പോലും ലോകത്ത് ഒരു രാജ്യം പോലും, ഒരു രാഷ്ട്രം പോലും ഭാരതത്തിനെതിരായി ശബ്ദിച്ചില്ല. ഈവൻ പാകിസ്ഥാൻ്റെ സന്തത സഹചാരിയായ ചൈന പോലും, ഇവിടെ പലർക്കും ചങ്കല ചൈനയാണ്, എങ്കിലും പാകിസ്ഥാൻ്റെ ചങ്കലയും കൂടിയുള്ള ചൈനയാണ്. ആ ചൈന പോലും ഇന്ത്യക്കെതിരായി ഓപ്പണായി ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അത് തീർച്ചയായും നരേന്ദ്രമോദി എന്ന സ്റ്റേറ്റ്മെൻ്റ് ഒരു വിദേശ നയത്തിൻ്റെ ആയിക്കോട്ടെ. സഹോദര, ഒരു നിമിഷം. അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതിന് ആൻസർ പറയൂ. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പോലും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാതെ മിണ്ടാതിരുന്നു. അപ്പോഴെന്തായിരുന്നു? ഈ സേനയൊന്നും ഇല്ലായിരുന്നു. 2014 ഒരു പാകിസ്ഥാനും ഇന്ത്യയെ അടിക്കാനുള്ള ധൈര്യമോ തൻ്റെ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. അന്നത്തെ സർക്കാർ അത്ര ശക്തമായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരുമെന്ന കാര്യത്തിൽ 100-101% ഉറപ്പ് തന്നെയാണ്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആസാമിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി നോക്കിയാൽ അവിടെ BJP ക്ഷയിച്ചു പോയിരിക്കുകയാണ്. കാരണം അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ഇപ്പൊ തന്നെ രാജസ്ഥാനിലെ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ യു പിയിൽ നമ്മുടെ യുടെ മുഖ്യമന്ത്രി രാജിവെച്ച സ്ഥലത്ത് ഇപ്പൊ ആരാ ജയിച്ചത്? അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു സംശയമില്ല, 100-101% മോഡി സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വരും. ആരുടെയും കേൾക്കില്ല, ആര് പറഞ്ഞും കേൾക്കില്ല. പറ്റില്ല കേട്ടോ. അവിടെ ഇരിക്കൂ. ഈ പട്ടിണി ഇന്ത്യയിൽ ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയും BJP ആണോ? നിങ്ങൾ എന്തുകൊണ്ട് മാറ്റിയില്ല? 1957 ശേഷം മാറി മാറി കേരളം ഭരിച്ച 2 മുന്നണികളുണ്ട്. ഈ 2 മുന്നണികളും കൂടി ഇന്ന് കേരളത്തിൽ എത്ര ഹരിജനങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല, എത്ര ഹരിജനങ്ങൾക്ക് വീടില്ല, മാറി ഉടുക്കാൻ തുണിയില്ല. ഇതൊക്കെ BJP ആണോ കേരളത്തിൽ ഉണ്ടാക്കിയത്? 2002 വരെ 7000 കോടി രൂപ ആസ്തിയുള്ള ഒരൊറ്റ മുതലാളിമാരുണ്ടായിരുന്നില്ല. എന്നാൽ 2019 ആകുമ്പോഴേക്കും 121 മുതലാളിമാർ 7000 കോടിയേക്കാൾ അധികം ആസ്തിയുള്ളവരായി മാറി. അതേ സമയത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വരുമാനം ദിവസം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിലേക്ക് പോകാതിരുന്ന ആളുകൾ വരെ ഇന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെയാണ് 52% ജനങ്ങൾ ഇന്നും അത്താഴം കഴിക്കാതെ കണ്ട് കടന്നുറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം BJP-കാരൻ ഇനിയും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയുന്നത് മുഴുവൻ അദാനിക്കും അംബാനിക്കും എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ആ നില മാറ്റുവാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളോട് പറയുന്നു. ഇനി നിങ്ങൾ വേണ്ട. സാർക്ക് എന്നൊരു അമൈപ്പുണ്ട് ഏഷ്യൻ കൺട്രീസിലുള്ള. അത്
ഇന്ത്യക്കും പാകിസ്ഥാനും തകരാറ് വന്നപ്പോൾ ഡിപ്ലോമാറ്റിക് ചാനലിന് വേണ്ടി നരേന്ദ്രമോദി അത് ഉപയോഗിക്കാൻ എന്തുകൊണ്ട് മുൻവന്നില്ല? രാജ്യം അതിപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിപ്രധാനമാണ്. ഇതുവരെക്കും നടന്ന ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മഹോന്നതമായ ആണിക്കല്ല് മതേതരത്വമാണ്. ആ മതേതരത്വത്തെ പാടെ പിച്ച് ചീന്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 5 വർഷം നമ്മളിവിടെ കണ്ടത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നത് ഈ ഭരണത്തിൻ്റെ കാലത്തിലാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പേരിൽ പോലും ആൾക്കൂട്ട കൊല നടത്തപ്പെടുന്നത് ഈ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു. ബൻസാരെ പോലെ, കൽബുർഗിയെ പോലുള്ള ആളുകൾ. ഈ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം അറിയാത്ത, ഈ രാജ്യത്തിൻ്റെ ചരിത്രം അറിയാത്ത ഒരു കൂട്ടം വർഗീയ ഫാസിസ്റ്റുകളുടെ കയ്യിൽ ഈ രാജ്യം 5 വർഷമായി നിലവിൽ വന്നു എന്നുള്ള ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടക്കം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിക്കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഒരു പ്രസിഡൻഷ്യൽ സ്വഭാവത്തിലേക്ക് മാറുന്നത് ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് മൊത്തം രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം നരേന്ദ്രമോദിയോ അതോ രാഹുൽ ഗാന്ധിയോ എന്നുള്ളൊരു ചോദ്യത്തിലോട്ട് നമ്മൾ ചുരുങ്ങിപ്പോകുന്നത്. അങ്ങനെ ചുരുക്കേണ്ടതല്ല ഇന്ത്യൻ രാഷ്ട്രീയം എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനവധി കാര്യങ്ങൾ, നോട്ട് നിരോധനമായാലും അസംഘടിത മേഖലയിലാണ് തൊഴിലുകൾ മുഴുവനും. അത് സ്വാഭാവികമായിട്ടും ആളുകളെ ബാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും നമുക്ക് കണക്കെടുക്കാൻ കഴിയില്ല, പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ മറ്റ് വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങളും. മൂന്ന് തലമുറ ഭരിച്ചു കഴിഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. ഇവർ ഇത്രയും കൊല്ലം ഭരിച്ചിട്ടും നാട് നന്നാക്കാൻ കഴിയാത്ത ഇവർ ഇപ്പോൾ നാലാമതായി കൊണ്ടുവരുന്നത് VS അച്യുതാനന്ദൻ, അമൂൽ ബേബി എന്ന് വിളിച്ച രാഹുൽ ഗാന്ധിയെയാണ് ഇന്ന് കൊണ്ടുവരാൻ പോകുന്നത്. അനുവദിക്കരുത്, അവർക്ക് അനുവാദമായി വോട്ട് ചെയ്യരുത്. ഇവിടെ പറഞ്ഞല്ലോ 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തായിരുന്നു? 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ച നേട്ടമാണ് നിങ്ങൾ 200 രാജ്യത്തിൽ പറന്നു പോകാൻ പറ്റിയത്. 1500 കോടി ചെലവാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇന്നെങ്കിലും ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും വസ്ത്രം ധരിച്ചിട്ടും ഉണ്ടെങ്കിൽ 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് കൊണ്ടാണ്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു മൊട്ടുസൂചി നിർമ്മിക്കാൻ അവകാശമില്ലാത്ത നാടായിരുന്നു. അതൊക്കെ നേടിയത് ഇവിടുത്തെ ജനങ്ങളെ സഹകരണം കൊണ്ട്, കോൺഗ്രസിലെ ഭരണം കൊണ്ടാണ്. അതായത് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ദൂർത്തടിക്കാനും പറ്റുന്നതും എല്ലാം നുണപ്രചരണത്തിലൂടെ. അതായത് അദ്ദേഹം BJP-ക്കാർ പറയും അദ്ദേഹം ലോകത്തിൽ ഒന്നാമനാണെന്ന്. ഞാനും സമ്മതിക്കുന്നത് ലോകത്തിൽ നുണ പറയുന്നതിൽ ഒന്നാമനാരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ ലീഗും കോൺഗ്രസും കൂടെ CPM ഒന്നായി മത്സരിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടിയിട്ട് CPM നടക്കുന്നു. അതുമാതിരി ബംഗാളിൽ CPM-ഉം കോൺഗ്രസും ഒന്നായിട്ട് മത്സരിക്കുന്നു. ഞാൻ പറയുന്നത് ഇത് രണ്ടും ഒന്നായി ചേർന്നാൽ പോരാ. CPM-ന്റെ ആവശ്യമില്ലല്ലോ അവിടെ. സുഹൃത്തിൻ്റെ അടുത്ത് ഒരു മറുപടി പറയാനുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദികളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും എല്ലാവരും ഒന്നായിട്ടാണ് നിന്നത്. പക്ഷേ ഇന്ത്യക്കകത്തെ BJP സർക്കാരിനെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു പക്ഷേ പലതരത്തിലുള്ള മുന്നണികളും ഉണ്ടാക്കും. പക്ഷേ കേരളത്തിൽ BJP-യെയും കോൺഗ്രസിനെയും അമർച്ച ചെയ്യുന്നതിന് AKG സെന്ററിന്റെ ബ്രിഗേഡ് മാത്രം മതി. ഞങ്ങൾ അവിടെ ഇടതുപക്ഷത്തിന്റെ ചെങ്കൊടി ഉറപ്പിക്കുക തന്നെ ചെയ്യും. ഞാനൊരു വീട്ടമ്മയാന്ന്. ഒരു കാര്യം ചോദിക്കാനാണ്. 2014 തൊട്ടിട്ട് പാചക ഗ്യാസിന്റെ വില ഡബിളായിട്ട് വരുന്നത്. എന്താ കാരണം? എന്താ നിങ്ങളുടെ അഭിപ്രായം? മാഡത്തിനൊരു ചെറിയ മറുപടി. ഇപ്പോൾ ചെന്നൈയിലെ ഗ്യാസിൻ്റെ പ്രൈസ് ആഫ്റ്റർ സബ്സിഡി ഇറ്റ് ഇസ് 490 രൂപ. അപ്പോൾ അത് സബ്സിഡി ഉണ്ട്. 10 ലക്ഷത്തിനും മേലെയുള്ളവർക്ക് 10 ലക്ഷത്തിനും മേലെ
വരുമാനമുള്ളവർക്ക് സബ്സിഡി ഇല്ല. പക്ഷേ പാവപ്പെട്ടവർക്ക് സബ്സിഡി ഉണ്ട്. സബ്സിഡി റേറ്റ് 490 രൂപ. 2014 425 രൂപയായിരുന്നു. ഇപ്പോൾ 490 രൂപ. ഓക്കെ. ഭീകരവാദം എപ്പോഴും ഇലക്ഷന് തൊട്ട് മുമ്പ് നടക്കുന്ന സംഭവങ്ങളാണ്. എക്കണോമിക്കലായിട്ട് ഒന്നും കാണിക്കാനില്ലാത്ത സമയത്ത് മാത്രമാണ് ഭീകരവാദം തലപൊക്കുന്നത്. പിന്നെ കശ്മീരിൽ ഇപ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ പ്രൊസീജിയറിലായിട്ട് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെന്ന് ആർമി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ആ പ്രൊസീജിയറിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ 40 ഭടന്മാർ മരിക്കില്ലായിരുന്നു. മോഡി ഇന്ത്യ അല്ല, മോഡിയെ എതിർക്കുന്നത് ഇന്ത്യയെ എതിർക്കുന്നതും അല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് രാജ്യത്തെ സ്നേഹിക്കുന്നതാണ്, മോഡിയെ സ്നേഹിക്കുന്നതല്ല രാജ്യസ്നേഹം. ഫാമേഴ്സ് റോഡിലാണ്. ഫാമേഴ്സിന് ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയണം. സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ഫണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തു. എല്ലാ സ്റ്റുഡൻസും ഹയർ എഡ്യൂക്കേഷൻ ഇല്ല, അവരെല്ലാം റോഡിലാണ്. ഞങ്ങൾ തൊഴിലാളികളാണ്. തൊഴിലാളിക്ക് ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആസ് എ വുമൺ 400 രൂപയ്ക്ക് വാങ്ങിയ ഗ്യാസ് ഇപ്പോൾ 1000 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ഇതിനൊക്കെ ശേഷം മുന്നണിയെ കുറിച്ചാണ് പറഞ്ഞത്. മുന്നണിയിലൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വീട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ രക്ഷിക്കാൻ വരുന്നത് ഒരു കൊള്ളക്കാരനും ഒരു കൊലകാരനുമാണെങ്കിൽ ഞാൻ കൊള്ളക്കാരൻ്റെ കൂടെ പോവുള്ളൂ, കൊലകാരൻ്റെ കൂടെ ഞാൻ പോവില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ കൊള്ളക്കാരും BJPക്കാർ കൊലകാരന്മാരുമാണ്. അതുകൊണ്ട് അവരുടെ കൂടെ പോവുള്ളൂ. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM മുന്നണി വെക്കുന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. കാവിക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ സംസാരിക്കാൻ സമ്മതിക്കില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ തുടങ്ങി. ഇതാണ്, അതായത് നമ്മൾ ആരും സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അടിച്ച് ഡിസൈഡ് ചെയ്യാമല്ലോ. അതാണ് ഇവിടുത്തെ ജനനായകം എന്ന് പറയുന്ന സാധനം. ഡെമോക്രസി പിന്നെയും തുടങ്ങി. അതായത് നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് ഇന്ന് ഇതായി അധപ്പതിച്ചിരിക്കുന്നു. ഇതാണ് പ്രബുദ്ധ കേരളം. പ്രബുദ്ധം എന്നുള്ളത് മാറ്റാം നമുക്ക് ഇപ്പോൾ ഏറ്റവും അധികം ക്ലാപ്സ് വന്നത് ഇവിടെ ശബരിമല എന്ന പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. വേറൊന്നുമല്ല, ജോബ്സ് അല്ല, ഇവിടുത്തെ സുരക്ഷയല്ല, ഇവിടുത്തെ ബാക്കിയുള്ള പ്രശ്നങ്ങളല്ല, വേറെ ഒരു പ്രശ്നത്തിനും അത്രയധികം പലരും ഇവിടെ, അത് കമ്മ്യൂണിസ്റ്റുകാരായാലും ശരി മറ്റേ കാവിക്കാരായാലും ശരി, ഈ പല പ്രശ്നങ്ങളും ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇതിനൊന്നും ഇത്ര ക്ലാസ് വന്നിട്ടില്ല. ശബരിമലയാണോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനെ സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യണത് നമ്മൾ മറ്റേ റോഡിലിറങ്ങി അടി ഉണ്ടാക്കിയിട്ടാണോ അതോ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനത്തിലാണോ എന്ന് നമ്മൾ ഫസ്റ്റ് ആലോചിക്കുക. രണ്ടാമതായി ശബരിമല വിഷയം കേരളത്തിലുള്ള പ്രതിഫലനം ഉണ്ടല്ലോ, അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഉണ്ട് എന്നാണോ? തമിഴ്നാട് രാഷ്ട്രീയം വേറെയാണല്ലോ, തമിഴ്നാട് സർക്കാരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യമാണിത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ മലയാളികൾ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്യണവരുണ്ട്, പിന്നെ കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യണം, രണ്ട് കൂട്ടരും ആളുകളുമുണ്ട്. ഇവരെല്ലാം ശബരിമല വിഷയം ഉയർത്തിക്കാട്ടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശബരിമല ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അത് എവിടെയായാലും ശരി, അക്രോസ് ഇന്ത്യ ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്. പലരും ശബരിമലയ്ക്ക് ചെല്ലുന്ന പലരും വന്നിട്ട് സ്ത്രീകളെ അനുഭവിക്കുന്നതോട് ഡെഫിനറ്റായിട്ട് അവർക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിലായാലും ശരി, പലരും മറ്റേ പ്രബുദ്ധ കേരളത്തിൻ്റെ അനുഭവത്തിലായാലും ശരി, പലരും പറയുന്നത് ഒരു മെയിൽ മെമ്പർ ഓഫ് ദി സൊസൈറ്റിക്ക് അനുഭവിക്കുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ ഹരിവരാസനം ആ നടയിൽ നിന്ന് കേൾക്കുന്ന ആ അനുഭൂതി, എന്തുകൊണ്ട് ഒരു പെണ്ണിനോ ഒരു സ്ത്രീക്ക് അത് അനുഭവിച്ചുകൂടാന്നുള്ള ആ ഒരു ചോദ്യം പലരും ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ശബരിമല ഒരു ഡീപ്ലി ഇമോഷണൽ ഇഷ്യൂ ആണ്. ഇവിടുന്നാണ് തമിഴ്നാട്ടിൻ്റെ രാഷ്ട്രീയം പോലും ആരംഭിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു റെസണൻസ് ഇല്ല. മലയാളികൾക്ക് മാത്രമേ ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. ജെൻഡർ ഇക്വാലിറ്റിയിൽ എത്രയോ ഉയർന്ന ചിന്താഗതിയുള്ളവരാണ് യൂറോപ്യർ. അവിടെ ഗ്രീസിൽ മൗണ്ട് ഏതോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പെൺജാതിയുള്ള ഒരു സാധനത്തിനും ഒരു ജീവജാലങ്ങൾക്കും പ്രവേശനമില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അവരിപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് എന്തുകൊണ്ടെന്ന് അവർ പറയുന്നത് വി സീ ഇറ്റ് ആസ് എ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, നോട്ട് ആസ് എ ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ജെൻഡർ എന്നാണ്. ലോകത്തെ എല്ലാ മോസ്കിലും ഫീമെയിൽ അലവൻസ് ഇല്ലല്ലോ, അപ്പോൾ അതെന്തുകൊണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷനായി കണ്ടുകൂടാ? ഒരു മുസ്ലിം എൻട്രി ഉണ്ട് 8 വയസ്സ് എന്തോ വരെ, അതിന് ശേഷമില്ലല്ലോ. ശബരിമലയിൽ ഒരു 11 ഇയേഴ്സ് വരെ പോവാം, അതിന് മെനോപോസിന് ശേഷം പോവാം. ഒരു പെർട്ടിക്കുലർ ഏജ് വരെ പോകാൻ പറ്റും. അത് ലോകത്തിൽ ഒരൊറ്റ അമ്പലം. ഇസ്ലാം റിലീജിയനിൽ ഒരു പെണ്ണുങ്ങൾക്കും കയറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ലോ ഇടുമ്പോൾ അത് എല്ലാത്തിനും ഈക്വൽ ആവണം. ഒരു റിലീജിയനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ലോ ഇടാൻ പാടരുത്. നമ്മുടെ ഈ ഇന്ത്യ അതേപോലെ നിലനിൽക്കണോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തെങ്കിലും അവർ അച്ഛാദീൻ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. ആർക്കാണ് അച്ഛാദീൻ? കഴിഞ്ഞ വാജ്പേയി സർക്കാർ പറഞ്ഞു ഇന്ത്യ തിളങ്ങുന്നു എന്നായിരുന്നു അവരുടെ മുഖ്യമന്ത്രി. അവരെ ആൾക്കാർ വോട്ട് ചെയ്ത് പുറത്താക്കി. അതേ വിധി തന്നെയാണ് മോഡി സർക്കാരിനും
വരാനിരിക്കുന്നത്. കാരണം ഇവിടെ അച്ഛാദീൻ വന്നിരിക്കുന്നത് ചില കോർപ്പറേറ്റുകൾക്കും വൻകിട മുതലാളിമാർക്കും മാത്രമാണ്. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം നടന്ന ഒരു സംഭവം ഞാൻ പറയുകയാണ്. വിമാനത്താവളങ്ങൾ, കേരളത്തിലെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന വിമാനത്താവളം അദാനിക്ക് എഴുതി കൊടുക്കാൻ ഈ മോദി സർക്കാരിന് എന്തധികാരമാണ്? ഇതുവരെ നമ്മൾ എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു മുതൽ ഇവിടെ രാജീവ് ഗാന്ധി വരെ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രധാനമന്ത്രിമാരെ. പക്ഷേ ഇത്ര ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ത്യയുടെ അവസ്ഥ ഇടത്തെ കയ്യിൽ നിന്ന് വലത്തെ കയ്യിലേക്ക് ബോള്, വലത്തെ കയ്യിൽ നിന്ന് ഇടത്തെ കയ്യിലേക്ക് ബോള്. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഇവിടുത്തെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും സമ്മതിക്കില്ല. ഒന്ന്, ലോക്പാൽ ബില്ല് കൊണ്ടുവരിക, ട്രൂ ലോക്പാൽ ബിൽ ഇൻ പാർലമെന്റ്. രണ്ടാമത്, ഇലക്ട്രൽ റീഫോം. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അവരുടെ ഫണ്ടിങ് നമുക്ക് ആവശ്യമില്ലാത്ത വിധത്തിൽ നമ്മളുടെ ഇലക്ട്രൽ റീഫോം കൊണ്ടുവന്നിട്ട് ബജറ്റിൽ അമേരിക്കയിലെ പോലെ നമ്മുടെ ബജറ്റിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രൽ ഫണ്ടിങ് ഉണ്ടാക്കണം. അല്ലാണ്ട് കമ്പനികൾക്ക് അടിയറ പറയലല്ല വേണ്ടത്. അത് ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ഇതുപോലൊക്കെ തന്നെ സംഭവിക്കാൻ പോണ്. ഒരു മറുപടി പറയാനുണ്ട്. ഇവിടെ ചരിത്രം അറിയാത്തവരാണ് നിങ്ങളെല്ലാവരും. മുത്തിച്ചിപ്പി വായിക്കുന്നവരും ഞങ്ങൾ മുത്തിച്ചിപ്പി വായിക്കാത്തവരുമാണ്. എന്താ മുത്തിച്ചിപ്പി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് തലയ്ക്ക് കീഴിൽ വെച്ചിട്ടാണ് വായിക്കുന്നത് തോന്നുന്നുണ്ട്. കടക്കട്ടെ. പക്ഷേ ഈ കണക്ക് പറയാം. അവിടെ ഇരിക്കൂ. കണക്ക് പറയാം. കക്കൂസിൻ്റെ കണക്ക് പറയാം. അവിടെ ഇരിക്കൂ. UPA സർക്കാർ 2011 മുതൽ 2012 വരെ ഏകദേശം 4.47 കോടി കക്കൂസുകൾ പണിതു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരാണ്, സ്വച്ഛ ഭാരതത്തിന് മുമ്പേയുള്ള പേരാണ് നിർമ്മൽ ഭാരത് അഭിയാൻ. പറയുന്നത് കേൾക്കൂ. നിങ്ങൾ 50 ലക്ഷം കക്കൂസ് പണിതപ്പോൾ അതിന് ഞങ്ങളിൽ ഇത് പിരിച്ചെടുത്തത് 19,000 കോടി രൂപയാണ്. ജനങ്ങളിൽ നിന്ന് 19,000 കോടി രൂപ പിരിച്ചെടുത്തിട്ട് നിങ്ങൾ കക്കൂസ് പണിതു. ഇനിയും പണി തീരാത്ത വീട് പോലെ കക്കൂസ് കിടക്കാണ്. നിങ്ങൾ എവിടെ കക്കൂസ് പണിതു? ഗംഗ ശുചീകരിക്കാൻ. സർ, ശൗചാലയ നിർമ്മാണത്തിൽ ഗ്രാമത്തിൽ കൈവരിക്കേണ്ടിയിരുന്ന 89% സർക്കാർ പൂർത്തിയാക്കിയതായി ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയുണ്ട്. 7,000 കോടി ഗംഗ ശുചീകരിക്കാൻ 7,000 കോടി. ഇന്നും ഗംഗ അഴുക്ക് ചാലായിട്ട് ഒഴുകുകയാണ്. ഒരേ നിമിഷം സാർ, ഞാൻ പറയട്ടെ സാർ. ഇത് തന്നെയാണ് സംഭവിച്ചത്. സാർ ഞാൻ ഇടപെട്ടില്ല സാർ. ഒരു മിനിറ്റ് സാർ, പറയട്ടെ, ഒരു മിനിറ്റ്. ഇതാണ് സംഭവിക്കുന്നത് മാഡം. ഇന്ന് മിനഞ്ഞാന്ന് മഹാരാഷ്ട്ര CPM സംസ്ഥാന സെക്രട്ടറി, അതായത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ ലെവലിലുള്ള ആൾക്ക് സംഭവിച്ചത് ഇതാണ്. അദ്ദേഹം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് 30,000 വീടുകൾ സാധാരണ ബീഡി തൊഴിലാളി സ്ത്രീകൾക്ക് വേണ്ടി പണിയുന്നതിനെ പ്രശംസിച്ചു സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രി. അത് അക്ഷന്തവ്യമായ കുറ്റമായി കണ്ട് അദ്ദേഹത്തെ 3 മാസം സസ്പെൻഡ് ചെയ്തു. ഇതാണോ പ്ലാറ്റ്ഫോം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരിയാണ്, എല്ലാവരും പറയുന്നത് ശരിയാണ്. മോദി അതിശക്തനാണ്. 56 ഇഞ്ച് ഇതൊക്കെയുള്ള ആളാണ് മോദി. അത് ഭയങ്കര അതിശക്തനാണ്. ഞങ്ങൾക്കറിയാം. 10,000 കോടിൻ്റെ സ്റ്റാച്ചു ഇന്ത്യയിൽ ഇന്നുവരെ ആരും കെട്ടിയിട്ടില്ല. മോദിയാണ് കെട്ടിയിരിക്കുന്നത്. നോർത്ത് സൈഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാത്റൂം മാർക്കായില്ല. എത്ര പേരാ റോഡിൽ നടക്കുന്നത്? അത് നോർത്ത് സൈഡിൽ പോകണം, സൗത്തിലിരുന്ന് സംസാരിക്കല്ലേ. ഇപ്പം രാജസ്ഥാനിൽ ബൈ ഇലക്ഷൻ വന്നു, ഇപ്പം UP ബൈ ഇലക്ഷൻ വന്നു. എത്ര കിട്ടി? നരേന്ദ്രമോദി സർക്കാർ യൂത്തിന് ജോബ് കൊടുക്കുന്നില്ല, ഇല്ലെങ്കിൽ എന്താ പറയാ യൂത്തിന് ജോബ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. നരേന്ദ്രമോദി സർക്കാർ ഒരിക്കലും വീട്ടിൽ വന്നിട്ട് വാതിൽ മുട്ടിയിട്ട് ജോബും കൊണ്ട് കയ്യിൽ തരില്ല. മുദ്രാ ലോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, സെൽഫ് എംപ്ലോയ്മെന്റ്. സെൽഫ് എംപ്ലോയ്മെന്റിന്റെ മുദ്രാ ലോൺ സാറിനറിയോ? അതിന് സ്കിൽ ഇന്ത്യ ഉണ്ട് സാറിനറിയോ? ഡിജിറ്റൽ ഇന്ത്യ ഉണ്ട് സാറിനറിയോ? ഇല്ല. അപ്പം പിന്നെ പറയരുത്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ യൂത്തിന് വേണ്ടിയിട്ടാ. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാ. ഇതിനെ പറ്റി നമ്മൾ നടത്തുന്നതാണ് കേട്ടല്ലേ. ഇതിന്റെ ബാക്കിൽ നടക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ. പിന്നെ രണ്ട് കക്കൂസിന്റെ കാര്യം പറഞ്ഞു. CPMന്റെ സാർ കക്കൂസിന്റെ കാര്യം പറഞ്ഞു. സാറെ, കണ്ണൂരിൽ നിങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, തയ്യിൽ കടപ്പുറം, അറിയോ നിങ്ങൾക്ക്? ഒരു കക്കൂസില്ല അവിടെ. നിങ്ങളെ കോട്ടാന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, തലശ്ശേരിയും കണ്ണൂരും നിങ്ങളെ ചങ്കോട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കക്കൂസ് ഓടുന്നു കൊടുത്തോ കടപ്പുറത്തെ നിവാസികൾക്ക്, കടലോര ധീരന്മാർക്ക്?
കടലിന്റെ മക്കള് സഹായിച്ചതാ, കടലോര മേഖലയിൽ പ്രളയത്തിൽ സഹായിച്ചതാ കടലിന്റെ മക്കള്. ഇന്നവരെ നിങ്ങൾ പണിത് കൊടുത്ത ഒരു കക്കൂസ്, എന്നിട്ട് നിങ്ങൾ വലിയ കക്കൂസിന്റെ ഡയലോഗ് നടക്കുന്നത്. ഇവിടെ വീണ്ടും BJP വരും എന്നാണ് ലോകത്തിന്റെ എല്ലാ കണക്കെടുക്കാനും ചെയ്യുന്നത്. അതിന്റെ കാരണം കൂടി ഞാൻ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ പ്രതിപക്ഷം, ശരിയായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല. അതുമാത്രമല്ല, ഇന്നത്തെ BJP ഗവൺമെൻറ്റിന് എതിരായിട്ട് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അതിനെതിരെ ആഹ്വാനം ചെയ്യാനോ പറ്റിയ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഇല്ല. അതും ഇനി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയൊരു സഭ, ഒരു പ്രതിപക്ഷ സഭ കൊണ്ടുവന്നിട്ട് കൂടിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും കൂടിച്ചേർന്നിട്ട് മൊത്തം ഇന്ത്യയിൽ. ഇതിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഇത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ശരിയാണ്, ആ ഒരു ട്രെൻഡാണ്. BJP ഇതോടുകൂടി അവസാനിച്ചു. ഈ സഭയാണ് അടുത്ത ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണ് തീരുമാനിക്കുക എന്നുള്ളൊരു ചിന്ത വന്നു. ആ ചിന്ത ഒരു 3 മാസം മുമ്പ് വരയ്ക്കും ജനങ്ങൾ. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ സഭയിൽ ഇപ്പം അടിയാണ്. എന്തെന്ന് വെച്ചാൽ, മായാവതി പറയുന്നത് എനിക്ക് പ്രധാനമന്ത്രി ആവണം, അതുപോലെ ചന്ദ്രബാബു നായിഡു പറയുന്നത് എനിക്ക് പ്രധാനമന്ത്രി ആവണം. ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്തായാലും അടുത്തത് BJP ഗവൺമെന്റ് തന്നെയാണ് വീണ്ടും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. ആ 15 ലക്ഷം രൂപ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഉറപ്പ് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? 15 ലക്ഷം കൊടുക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് വോട്ടിന് പകരം കോഴ എന്ന രീതിയിലേക്ക് ആയി പോകത്തില്ലേ? അതൊരു എന്ത് തെറ്റായ ഒരു ന്യായീകരണമാണ് ആ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പോലും, അതായത് ഇത് കേരളത്തിലാണ് ഇത് പറഞ്ഞു കേൾക്കുന്നത്. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നതാണ് പലരും ചോദിച്ച് നമ്മൾ കേൾക്കുന്നത്. ഈ 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ ചോദിക്കുന്നവർ കേരളത്തിൽ നിന്ന് ഒറ്റ MP പോലും അങ്ങോട്ട് അയച്ചിട്ടില്ല. ഒരു MP എങ്കിലും അയച്ചിട്ട് വേണ്ട ഇവർ ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മികത ഇവർക്കുണ്ടോ? മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കുകയും പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം, അതിന്റെ പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധി ഭരണമാണ് ആഗ്രഹിക്കുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ് ഈ തൊഴിലിനെ പറ്റിയുള്ള കണക്ക് ഉണ്ടാക്കുന്നതും അത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വിചിത്രമാണ്. ഞങ്ങളെ പോലെയുള്ളവരെല്ലാം ആ ഡേറ്റയാണ് ഉപയോഗിക്കാറുള്ളത്. 2017-18 കാലഘട്ടത്തിൽ നടന്ന സർവേയുടെ ഫലം പുറത്തു വന്നിട്ടില്ല. ബിസിനസ് സ്റ്റാൻഡേർഡ് ലീക്ക് ചെയ്യുകയും എന്നിട്ട് അവരതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾ അന്ന് കമ്മീഷനിൽ നിന്ന് തന്നെ 2 അംഗങ്ങൾ രാജിവെക്കുകയാണ് ഉണ്ടായത്. ഇത്രയധികം എംബാരസിംഗ് ആയൊരു സിറ്റുവേഷൻ ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ട്. ഒരു സെക്കൻഡ് ഒരു നിമിഷം, മൈക്കുണ്ട്, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നിമിഷം അടുത്ത വിഷയത്തിലേക്ക് പോകാം. മറ്റു വിഷയം തന്നെയാണ് ഞാനും പറയുന്നത്. മറ്റു വിഷയം തന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അദ്ദേഹം പറഞ്ഞു 15 ലക്ഷം ഓരോരോ ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു മോദി പറഞ്ഞു എന്ന്. അതിനുള്ളൊരു മറുപടി, അത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദിജി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും പണം എത്രയായിരം കോടി പുറത്ത് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ അത്രയും പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ ബാങ്കിലിടുന്നതിന് തുല്യമായിട്ടുള്ള പണം ഉണ്ടായിരിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അല്ലാതെ 15 ലക്ഷം തരാനല്ല. പിന്നെ ഒന്ന് GST, ഇവിടെ എല്ലാവരും പറഞ്ഞു GSTയുടെ കാര്യം. ഒരു നിമിഷം, ഇവിടെ എല്ലാവരും GSTയുടെ കാര്യം പറഞ്ഞു. GST ഒരു നിമിഷം ബഹളം വെച്ചാൽ അദ്ദേഹം പറയുന്നത് കേൾക്കില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇവിടെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം, വസ്തുനിഷ്ഠമായിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ദയവ് ചെയ്ത് സംയമനം പാലിക്കണം. ദയവ് ചെയ്ത് ഒരാൾ ഇരിക്കുമ്പോ ഇല്ല GSTയുടെ ഒരു കാര്യം. ഒന്നിരിക്കൂ, അദ്ദേഹം പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാമകൃഷ്ണ ഒന്നിരിക്കൂ പ്ലീസ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ GSTയുടെ ഒരു കാര്യം പറയാം. ഇവിടെ GSTയെ പറ്റി എല്ലാവരും ഒരു തെറ്റിദ്ധാരണ വരുത്തിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ
GST കൊണ്ട് ജനങ്ങൾക്ക് നല്ലതല്ലാതെ അതുകൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. GST വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടായിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിനാണ്. കേരള ഗവൺമെൻറ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുന്ന കേരള ഗവൺമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് അത് സമ്മതിച്ചിട്ടുള്ളതുമാണ്.